കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ട് തന്നെ 2-3 ദിവസമായി കാണും. അത് വേറൊന്നും കൊണ്ടല്ല, ചെറിയൊരു പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. ശബ്ദമൊക്കെ പോയി. ഇപ്പോഴും ശബ്ദമൊന്നും റെഡി ആയിട്ടില്ല. എനിക്കറിയാം, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം വളരെ പീക്കായിട്ടുള്ള ഒരു സസ്പെൻസിൽ കൊണ്ടാണ് എപ്പിസോഡ് നിന്നിട്ടുണ്ടായിരുന്നത്. ആ മരിച്ച പെൺകുട്ടിയുടെ കസിനായ ഗായോങ്ങിനെ വിസ്തരിക്കുന്നതിനിടയിൽ നമ്മുടെ ജഡ്ജും അവളോട് കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഫോൺ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അവന്റെ നിരപരാധിത്വം തെളിയിക്കാനാകുമെന്ന് അവൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവളും ഒരു ഫോൺ കൊടുക്കുമ്പോ അതല്ല, അവളുടെ കയ്യിലുള്ള മറ്റൊരു ഫോണാണ് വേണ്ടതെന്ന് ലീയും പറയുന്നുണ്ട്. അവനും ആ ഒരു ഫോണില് വിളിച്ചു നോക്കുമ്പോ ഗായൊന്നും ഞെട്ടുന്നുണ്ട്. അവനും ആ ഫോണ് തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അവള് പേടിച്ച് ഇരിക്കുന്നത് ലീയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ മരിച്ച പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്നവനും എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അവനും നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ലീയും അവളുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ബേക്കിനും ഇത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവനിത് നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഇവിടെ അവള് പാസ്വേഡ് കൊടുക്കാനായിട്ട് മടിക്കുമ്പോ ലീയും ഈ ഒരു ട്രയലില് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുന്ന ഫോട്ടോകളൊക്കെ പരിശോധിക്കാൻ വേണ്ടപ്പെട്ടവർക്ക് അധികാരമുണ്ട്. ഇതെല്ലാം എവിഡൻസ് ആണ് പാർക്കിനെതിരെ. അതുകൊണ്ട് നിങ്ങൾ സഹായിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്തേ മതിയാകൂ. ആ സമയം വില്ലനായ ജഡ്ജും അവിടേക്ക് വരുന്നുണ്ട്. ഇത് ലീയും കാണുന്നു. ആ പ്രൊജക്ടറുടെ ഫ്രണ്ടില് ഇവളുടെ ഒരു ഫോട്ടോ ലീയും കൊണ്ട് വെക്കുന്നുണ്ട്. അതിനകത്ത് ഈ ഗായോങ്ങും ഈ പ്രതിയും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ മരിച്ച പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. ഇവര് തമ്മിൽ ഒരു അഫയർ ഉണ്ടായിരുന്നു എന്ന് അതിൽ നിന്നും വ്യക്തമാണ്. ആ പ്രതിയും അത് ഓഫ് ചെയ്യാനായിട്ട് ലീയോട് പറയുന്നുണ്ട്. അവന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലീയും അതെടുത്ത് മാറ്റുന്നുണ്ട്. അവനും കരയുന്നുണ്ട്. അവനും കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. ശരിക്കും ഈ ഗായോങ്ങും പാർക്കും നേരത്തെ തന്നെ പരിചയക്കാരാണ്. അത് മാത്രമല്ല, അവര് തമ്മിലൊരു റിലേഷൻഷിപ്പിലും ആയിരുന്നു. അപ്പോഴാണ് കസിനായ മരിച്ച പെൺകുട്ടി സിയോൻ അവിടേക്ക് വരുന്നത്. ഗായോങ്ങും അവളുടെ കസിനെ പാർക്കിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അത് സിയോനാണ്. അങ്ങനെ ഇവരും പരിചയപ്പെടുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ശരിക്കും ഒരു പ്രശ്നമില്ലായിരുന്നു സിയോൻ വരുന്നത് വരെ. അവളും അവിടെ ഉറങ്ങി കിടക്കുന്ന സമയം ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇവർക്കിടയിലും ചില കൺഫ്യൂഷൻസ് ഉണ്ടായി തുടങ്ങുന്നുണ്ട്. പാർക്കും ഞാൻ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു. ഇവരുടെ റിലേഷൻഷിപ്പ് അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം സിയോനും പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം പാർക്കിനോട് പറയുന്നുണ്ട്. ഞാനിത് ഗായങ്ങിനോട് പറയട്ടെ എന്ന് ചോദിക്കുമ്പോ പാർക്ക് വേണ്ട എന്നാണ് പറയുന്നത്. എനിക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, വേഗം തന്നെ നമ്മുടെ വിവാഹം നടക്കണമെന്ന് പാർക്കിനോടും അവൾ പറയുന്നുണ്ട്. അപ്പോഴാണ് ഗായങ്ങും ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അവളും കരഞ്ഞുകൊണ്ട് പാർക്കിനെ വിളിക്കുന്നുണ്ട്. എന്താ പ്രശ്നം? എന്തിനാ എന്നെ വീട്ടിൽ പോയത്? എന്നോട് ഈ ചതി നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നി? പാർക്കും ശരിക്കും സിയോൻ പ്രഗ്നന്റ് ആയിരുന്നില്ല. ഫേക്ക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് എന്നെ അവളെ കൊണ്ട് കാണിച്ചത്. ഞാൻ ഗായങ്ങിന്റെ അടുത്ത് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വഞ്ചിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നി. അവൾ എന്നോട് കള്ളം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഗായങ്ങിന്റെ അടുത്തേക്ക് പോയി. നമ്മൾ രഹസ്യമായി കണ്ടുമുട്ടാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഇവരും കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഈ ട്രയലിന് ശേഷം വില്ലൻ ജഡ്ജും പോകുമ്പോ ലീക്ക് വിധി പ്രസ്താവിക്കുന്നതിന് മുന്നേ തന്നെ ഇക്കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നെന്ന് സെക്രട്ടറിയും അവനെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ആ ഒരു ട്രയലിലേക്ക് വന്നത്. വില്ലൻ ജഡ്ജും ആ ബേക്കിന് ലീയെ അവന്റെ ജൂനിയർ ആയിട്ട് എടുക്കാനായിട്ട് താല്പര്യമുണ്ടോ, അത് ഞാൻ നോക്കാന്ന് സെക്രട്ടറിയും പറയുന്നുണ്ട്. അതൊരു വലിയ വാർത്തയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വില്ലൻ ജഡ്ജിനും ലീയെ കുറച്ചുകൂടി മനസ്സിലാക്കാനാകുമെന്ന് ഇവനും കരുതിയിട്ടുണ്ടായിരുന്നു. ഈ പ്രതികളും കൊലപാതകം ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനും കാർ ഓടിച്ചു പോകുന്ന വഴി വളരെ വേഗത്തിൽ കാർ ഓടിക്കുന്നുണ്ട്. ശരിക്കും പാർക്കും ഗായങ്ങുമായുള്ള അഫയർ സിയോൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ ഇവനും കാർ വേഗത്തിൽ ഓടിക്കുന്നുണ്ട്. അവളുടെ സീറ്റ് ബെൽറ്റ് അവനും അഴിക്കുന്നുണ്ട്. എന്നിട്ട് വേഗത്തിൽ കാർ ഓടിക്കുകയും ആക്സിഡന്റ് ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് അവിടെയും ആ പെൺകുട്ടിയും മരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. 3 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് അസൂയയും പകയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കൊലപാതകവും സംഭവിച്ചത്. അപ്പോഴാണ് ലീക്കും ആ ഗായങ്ങിന്റെ പേഴ്സണൽ നമ്പർ എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് കാണിക്കുന്നത്. ഇവനോട് സൈറ്റ് ഇൻസ്പെക്ഷൻ പോയ സമയത്ത് ഒരു മീഡിയയിലെ പെൺകുട്ടിയെ ഇവനും കണ്ടിട്ടുണ്ടായിരുന്നു. ആ മരിച്ച പെൺകുട്ടിയെ ഇവൾക്കറിയാമെന്ന് അന്നേ തന്നെ ഇവളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളിൽ നിന്നാണ് ഗായങ്ങിന്റെ നമ്പർ ലീക്കും കിട്ടിയിരുന്നത്. ആ നമ്പർ ശരിക്കും ആ മീഡിയക്കാരിക്ക് സിയോൻ കൊടുത്തതായിരുന്നു. ആ നമ്പർ കൊണ്ടാണ് ഇവന് തെളിവും കിട്ടിയിട്ടുണ്ടായിരുന്നത്, കേസും ജയിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവളോടും നന്ദി പറയുന്നുണ്ട്. ഇവന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാനൊരു പോലീസാണെന്ന് നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നത്? അതിനവളും, നിങ്ങൾ ശരിക്കും പോലീസാണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തനിയെ തന്നെ ആലോചിച്ച് എടുത്തിട്ടുണ്ടായിരുന്നതാണിത്. ഈ ട്രയലിൽ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ശരിയെന്ന് അവളും പറയുന്നുണ്ട്. ശേഷം കേസും കഴിഞ്ഞ് ബേക്കും അവനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ട്രയൽ കണ്ടു, നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രൊമോഷൻ കിട്ടാനായിട്ട് പോവുകയാണ്. അടുത്ത 2 കേസസ് അവന് കൊടുക്കുന്നുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു കേസ് എടുക്കാം, അതിന്റെ വിധി നിനക്ക് പ്രഖ്യാപിക്കാം. നീ എന്റെ ജൂനിയർ ആണെന്ന് മറ്റുള്ളവരും അറിയട്ടെ. ഇത് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ട കേസസ് ആണ്. ഞാൻ ജസ്റ്റിസ് ആയിക്കഴിഞ്ഞാൽ സോളിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. നിങ്ങളെയും കൂടി കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ ലീ അത് സമ്മതിക്കുന്നില്ല. എനിക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് വേണം. ജുഡീഷ്യറി ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. ആ വില്ലൻ ജഡ്ജിനെ തകർക്കണമെങ്കിൽ എനിക്ക് ബേക്കിന്റെ സഹായം ആവശ്യമാണ്. അയാള് ജസ്റ്റിസ് ആവാൻ പാടില്ല. ചീഫും ഇവനെ വന്ന് വഴക്ക് പറയുന്നുണ്ട്. നിനക്ക് ഇതെന്താ പറ്റിയത്? എനിക്ക് ഈ കോടതിയാണ് ഇഷ്ടം. ബേക്കൻ നിനക്കൊരു ഓഫർ തന്നതല്ലേ, നിനക്കത് സ്വീകരിക്കാമായിരുന്നില്ലേ എന്നൊക്കെ അയാളും ചോദിക്കുന്നുണ്ട്. ആ സമയം ആ മീഡിയക്കാരി ജഡ്ജിനെ വിളിക്കുന്നുണ്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇത്ര പെട്ടെന്ന് ആവശ്യം വന്നു എന്ന് അവന് ചോദിക്കുമ്പോ അവളും, വലിയൊരു അത്യാവശ്യമുണ്ട്. എന്റെ അച്ഛൻ ഒരു സെക്യൂരിറ്റി
വരികയാണ് പാലസിന്റെ. അവിടെ നിന്ന് എന്തോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ലീഗൽ ആക്ഷൻ എടുക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിനവനും ജഡ്ജിമാർക്ക് പ്രൈവറ്റ് കൗൺസിൽ കൊടുക്കാനായിട്ട് പാടില്ല എന്ന് അവനും പറയുകയാണ്. ആ സമയം വില്ലൻ ജഡ്ജിന് ഒരു കോൾ വരുന്നുണ്ട്. എന്ത് മോഷണം പോയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? പാലസിൽ നിന്നും എന്തോ ഒരു കാര്യം മോഷണം പോയിട്ടുണ്ട്. ആ കാര്യമാണ് ഇവർക്ക് രണ്ടുപേർക്കും വന്നിരിക്കുന്നത്. ലീയും അവളിൽ നിന്നും കൂടുതൽ ഇൻഫർമേഷൻ വാങ്ങിക്കുന്നുണ്ട്. ഈ കേസിന്റെ വിക്ടിം ആരാണെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ പാലസിന്റെ ഡയറക്ടർ ആണെന്ന് പറയുന്നുണ്ട്. അയാളാണ് വില്ലൻ ജഡ്ജിനെ ഇക്കാര്യം അറിയിക്കുന്നത്. ഞാൻ രാത്രിയാണ് ഇത് കണ്ടുപിടിച്ചത്. നമ്മുടെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ഫയല് മിസ്സിംഗ് ആണ്. ഇതിലേക്കായ എന്തൊക്കെയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? നിങ്ങളുടെ കയ്യിൽ ഞാനൊരു USB തന്നിട്ടുണ്ടായിരുന്നില്ലേ? അതില് ആ മോഷണം പോയ വസ്തുവിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ലീയും ചീഫിനോട് എനിക്ക് കുറച്ച് സമയം വേണം, ഫ്രൈഡേ വരെ ഞാൻ ലീവ് ആണെന്ന് പറയുന്നുണ്ട്. ഈ വില്ലൻ ജഡ്ജും ഒരു സഹായിയെ വിളിക്കുന്നുണ്ട്. അയാളോട് ഒരു സാധനം കാണാതെ പോയിട്ടുണ്ട്, അത് കണ്ടുപിടിച്ച് തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് ഒരു ബുക്ക് ഉണ്ട്, അത് മാത്രം എടുത്തു തന്നാൽ മാത്രം മതി. ഈ ഒരു പാലസും നോക്കാൻ ഏൽപ്പിച്ച ഒരാളുണ്ട്, അയാളെ അവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അയാളെ തീർത്ത് കളഞ്ഞേക്കാനായി ഈ സഹായിയോട് അയാൾ പറയുന്നുണ്ട്. ഇയാളാണ് ലീ അവസാനം കൊല്ലുന്നത്. ആ വില്ലൻ പറഞ്ഞിട്ട് ആ ഒരു ബുക്കില് എന്തൊക്കെയോ പ്രധാനമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഉണ്ട്, അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്നാണ് വില്ലൻ ജഡ്ജും തീരുമാനിക്കുന്നത്. ഇവിടെ ലീയും ആ മീഡിയക്കാരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സമയം ആ ഒരു വില്ലൻ ജഡ്ജിന്റെ സഹായി അവിടെ നിൽക്കുന്നത് ലീ ശ്രദ്ധിക്കുന്ന സമയമാണ് മീഡിയക്കാരി അവനെ വിളിക്കുന്നത്. അവളും അവളുടെ അച്ഛനെ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അയാളെ പിടിച്ചു വെച്ച് മറ്റ് ഗുണ്ടകൾ ചേർന്ന് അടിക്കാനൊക്കെ നോക്കുകയാണ്. അവളും അച്ഛന്റെ അടുത്ത് വന്ന് അച്ഛാ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വില്ലന്മാരും അവളോട് അവിടെ നിന്ന് പോകാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. നിന്റെ അച്ഛൻ എന്തോ മോഷ്ടിച്ചു, അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം. ലീയും ഇവളോട് കുറച്ച് നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതവർ അവനോട് പറയുന്നുണ്ട്. സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അയാളും നീ ആരാ, വക്കീലാണെന്ന് ചോദിക്കുന്നുണ്ട്. അവളും ഞാൻ റിപ്പോർട്ടറാണ്. ഒരു കാര്യം കൂടിയുണ്ട്, ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവന്മാരും അവളുടെ ഫോണ് വാങ്ങിക്കുന്നുണ്ട്, എന്നിട്ടത് പൊട്ടിച്ചു കളയുന്നു. ലീയും അവിടേക്ക് വരുന്നുണ്ട്. അയ്യോ ഈ ഫോൺ മൊത്തത്തിൽ പൊട്ടിപ്പോയല്ലോ, ഇത് ശരിയല്ലല്ലോ. മറ്റോമാരും നിങ്ങൾ റിപ്പോർട്ടറാണോ എന്ന് ചോദിക്കുമ്പോ ഇവനും കുറെ നിയമങ്ങൾ പറയുന്നുണ്ട്. എന്തെങ്കിലും എവിഡൻസോ മറ്റോ ആരോ കളക്ട് ചെയ്ത് വെച്ചെന്ന് ആ ഒരു എവിഡൻസ് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്ര വർഷം ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ലീയും അവരോട് പറയുന്നുണ്ട്. നീ ആരാ, പോലീസാണോ വക്കീലാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അവനും നിങ്ങൾ കേസിന്റെ ട്രയലുമായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്തേക്ക് പോകുമ്പോ അവിടെ മുകളിൽ 3 പേരിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതിലൊരാളാണ്. അവർക്കും കാര്യം മനസ്സിലാകുന്നുണ്ട്. അവനും എല്ലാവരോടുമായി അവിടെ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. അവനും ഒരുപാട് നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കേസ് കോടതിയിലേക്കാണ് വരാനായിട്ട് പോകുന്നത്. അങ്ങനെ വന്നാ ഇത് ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. ഞങ്ങൾക്കും ലീഗൽ കൗൺസിലൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാനൊക്കെ സാധിക്കും. വക്കീലിനെക്കാളും മുകളിലാണല്ലോ ജഡ്ജ്. ആദ്യം നമുക്ക് ഫോണിൽ നിന്ന് തന്നെ തുടങ്ങാം, അത് നേരെയാക്കി തരാനായി അവനോടും പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ അച്ഛനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവളും അവനോട് നന്ദി പറയുന്നുണ്ട്. അവനും ആ ഗുണ്ടകളിൽ നിന്നും കുറച്ച് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഫോണ് വാങ്ങിക്കാവുന്നതാണ്. ലീയും ഇവന്റെ ഫ്രണ്ടായ ജോൺ ഹോയെ വിളിച്ച് ഒരു സഹായം ആവശ്യപ്പെടുന്നുണ്ട്. അവനും അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുമ്പോ ലീയും അവനെ കാണാൻ വേണ്ടിയിട്ട് അവനുള്ള അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗുണ്ടയാണ്. അവന്റെ കീഴിലുള്ളവർക്കൊക്കെ ലീയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവനും കേസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ആ മീഡിയക്കാരുടെ അച്ഛനെ ഇവര് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ബുക്ക് കാണാതെ പോയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ജോൺ ഹോയെ കാണാനായിട്ട് ഇവനും വന്നിരിക്കുന്നത്. അത് അവിടെ നിന്ന് മോഷ്ടിച്ചവരാരാണെന്ന് കണ്ടുപിടിക്കാനായി ഇവനോടും പറയുന്നുണ്ട്. അങ്ങനെ ഇവന്റെ കീഴിലുള്ള ഒരാളെ വിളിച്ച് ആ ഒരു പാലസിൽ നിന്നും മോഷണം നടത്തിയിട്ടുണ്ടായിരുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനായി ആവശ്യപ്പെടുന്നു. ജോൺ ഹോയും ലീയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ എന്താ ശരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്? ഈ മോഷണം നടത്തി എന്നുള്ള ഡീറ്റെയിൽസ് ആ പാലസുകാർക്ക് പോലീസിനോട് പോലും പറയാനായിട്ട് സാധിക്കുന്നില്ല. അതെന്തിനാ നിനക്ക്? ആ ഒരു മോഷണ വസ്തു എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ് അല്ലെ? അത് അവനും സമ്മതിക്കുന്നുണ്ട്. ലീയും ഇങ്ങനെ ബുദ്ധിമുട്ടി ഓരോന്ന് കണ്ടുപിടിക്കുന്നത് കാണുമ്പോ ഫ്രണ്ടിനും ഒരു സംശയമുണ്ട്. നിന്റെ അച്ഛന് നടന്നിട്ടുണ്ടായിരുന്ന ഒരു സംഭവമില്ലേ, അതുമായിട്ട് ഒരു ബന്ധമില്ലല്ലോ ഇതിന്, അത് നീ തിരക്കുന്നുണ്ടോന്നൊക്കെ അവന് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. ലീയും നീ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അവന് വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഫ്രണ്ട് നടന്നു പോകുന്നുണ്ട്. എനിക്കറിയാം നീ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. കുഞ്ഞിലെ കൂട്ടുകാരുമൊത്ത് ഒരു കടയിൽ വരുന്ന സമയം അവിടെ ഒരു കളിപ്പാട്ട ഇരിക്കുന്നത് കണ്ട് ലീക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു അത് വാങ്ങണമെന്ന്. പക്ഷെ അവന്റെ അച്ഛന് വലിയ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ അച്ഛൻ വന്നത് കണ്ട് ഇവനും ഓടി വരുന്ന സമയം അമ്മയും കുറച്ച് പണത്തിന്റെ ആവശ്യമുണ്ട്, സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് പറയുമ്പോ ഒരു പുതിയ പ്രോജക്റ്റിൽ ഞാനും പങ്കെടുക്കാനായിട്ട് പോവുകയാണ്, നിങ്ങൾ ആളുടെ വലയിൽ പെട്ടു പോകരുത്, അവരെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഭാര്യയും വഴക്ക് പറയുന്നുണ്ട്. അയാളത് സമ്മതിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അവനും ആ ഒരു കളിപ്പാട്ടത്തിന്റെ കാര്യം അച്ഛനോട് പറയാനായിട്ട് പോകുമ്പോ നിനക്കൊരു ജഡ്ജ് ആവാനുള്ളതാണ്, നീ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അയാളും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഒരുപാട് ജോലി നിന്റെ അച്ഛൻ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രതികരിക്കാനുള്ള ഒരു മനസ്സൊന്നും അയാൾക്കില്ല. നിനക്കെന്തെങ്കിലും വേണോ എന്നൊക്കെ അവനോട് ചോദിക്കുമ്പോ അവന്റെ ആഗ്രഹങ്ങളൊന്നും അച്ഛനോടോ അമ്മയോടോ പറയില്ല. അപ്പോഴാണ് ഒരു സമരം അവിടെ നടക്കുന്നത്. അതിലെ കമ്പനിയുടെ ഭാഗത്ത് നിന്നും കുറച്ചു പേരെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇവന്റെ കൂട്ടുകാരന്റെ കൂടെ ഇവനും കമ്പനിക്കാരുടെ പക്ഷത്ത് ചേർന്ന് സമരക്കാരെ അടിച്ചൊതുക്കാനായിട്ട് ഇവനും പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവന് അതൊക്കെ കാണുമ്പോ അതില് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല. എങ്കിലും അതൊക്കെ കണ്ടുകൊണ്ടാണ് അവന്
നിൽക്കുന്നത്. അപ്പോഴാണ് അവന്റെ അച്ഛനും ആ സമരക്കാർക്കിടയിലുണ്ടെന്ന് അവനും മനസ്സിലാക്കുന്നത്. അച്ഛനും ശരിക്കും ഇവനെ കണ്ടിട്ടുണ്ട്. ആ സമയം കമ്പനി ഏർപ്പാടാക്കിയിരിക്കുന്ന ഒരാള് അച്ഛനെ അടിച്ചു വീഴ്ത്തുന്നുണ്ട്. ഇവനും അച്ഛാന്ന് വിളിച്ച് അവിടേക്ക് പോകുമ്പോ കൂട്ടുകാരനും തടയുന്നുണ്ട്. ആ സമയം അവിടേക്ക് പോലീസുകാർ വരുമ്പോ അച്ഛനെ അവിടെ ഉപേക്ഷിച്ച് അവനും പോകുന്നുണ്ട്. ആ കമ്പനി മറ്റാരുടേതും ആയിരുന്നില്ല, എസ് കൺസ്ട്രക്ഷൻസിന്റേതായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഇവന് പ്രശ്നം വന്ന കമ്പനി. അതിലെ ടെസിക്ക് തന്നെയാണ് ഇതിനകത്തും വില്ലൻ. അയാളാണ് കേസ് കൊടുക്കുന്നത്. ഒന്നും അറിയാത്ത ഇവന്റെ അച്ഛനെ അവര് പ്രതിയാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം അയാളുടെ തലയിൽ കെട്ടിവെച്ച് കമ്പനിയും രക്ഷപ്പെടുകയാണ്. ഇതൊക്കെ കണ്ട് ലീക്കും സഹിക്കാനാവുന്നില്ല. അന്നവൻ അച്ഛനെ രക്ഷപ്പെടുത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് അച്ഛനെ നോക്കാനും അച്ഛന്റെ മുന്നിൽ പോയി നിൽക്കാനും ഇവനൊരു മടി. സമരക്കാരെയും കൂട്ടി കമ്പനി ആക്രമിക്കാനായിട്ട് വന്നതില് ഇയാള് ശിക്ഷിക്കുകയാണ്. അവിടെ വന്ന ഗുണ്ടകളൊക്കെ കള്ളസാക്ഷി പറയുന്നത് കൊണ്ട് തന്നെ അച്ഛനെതിരെ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ആകെ ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നത് മകൻ മാത്രമാണ്. പക്ഷെ മകന് അതിന് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ആ കമ്പനി അവന്റെ അച്ഛന്റെ തലയിൽ കേസ് കെട്ടിവെച്ച് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ആ സമയം തന്നെ ഞാൻ ആ സത്യം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ രക്ഷപ്പെട്ടേനെ. അങ്ങനെ അച്ഛന് വേണ്ടി ഞാനൊരു ജഡ്ജായി തീർന്നിരിക്കുകയാണ്. എനിക്ക് അച്ഛനോട് ചോദിക്കണം, അന്ന് ആ സംഭവം നടന്ന ദിവസം അച്ഛൻ എന്നെ കണ്ടിരുന്നു എന്ന്. അങ്ങനെ അവനും ആ എസ് കൺസ്ട്രക്ഷൻസിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന സമയം ആ ഒരു പ്രോസിക്യൂട്ടറായി ജീനയും ടെസിക്കിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവള് പ്രോസിക്യൂട്ടർ എന്നായോ അന്ന് തൊട്ടേ ടെസിക്കിന്റെ പുറകെയാണ് എന്ന് ഇവനും മനസ്സിലാകുന്നുണ്ട്. ഇത് അവളല്ലേ ടെസിക്കിന്റെ അടുത്ത് അവളും വന്നിട്ട് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് ടാക്സ് വെട്ടിച്ചതിന്റെ പേരില്. ടെസിക്കിനെ ഇവനും കാണുന്നുണ്ട്. ഇവളും അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോ അവനാണെങ്കിൽ വലിയ ഡയലോഗൊക്കെ അടിച്ച് ഒരു പേടിയുമില്ലാതെ നടന്നു പോകുന്നുണ്ട്. എസ് കൺസ്ട്രക്ഷൻസിനോട് പ്രധാനവട്ടം ടെസിക്കിനോട് ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഇവന് മനസ്സിലാകുന്നുണ്ട്. അന്നേ ഞാൻ ചോദിക്കാനുള്ളതായിരുന്നു എന്താണ് ആ കാര്യമെന്ന്. ആ സമയം ജീനയുടെ സുപ്പീരിയറും ആരെയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ടെസിക്കിനെ അറസ്റ്റ് ചെയ്തല്ലോ. ശരിക്കതാ വില്ലൻ ജഡ്ജാണ് വിളിച്ചു പറയുന്നത്. ടെസിക്കിനെ അറസ്റ്റ് ചെയ്തു, 48 മണിക്കൂർ അവൻ കസ്റ്റഡിയിൽ ഇരിക്കേണ്ടി വരും, മറ്റെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് ഇപ്പോഴത്തെ നിലവിലെ എസ് ഗ്രൂപ്പിന്റെ ചെയർമാനായ അവന്റെ അച്ഛനോട് അയാൾ വിളിച്ചു പറയുന്നുണ്ട്. എല്ലാം ശരിയായ രീതിയിൽ നടക്കട്ടെ എന്ന് അയാളും വിളിച്ചു പറയുന്നുണ്ട്. ഇവനെ ജയിലിലായാലും VIP ട്രീറ്റ്മെന്റ് തന്നെയാണ്. വക്കീൽ അവിടേക്ക് വരുന്നുണ്ട്. ജീനയും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നുണ്ട്. ആ സമയം അവൾക്കൊരു കോൾ വരുന്നുണ്ട്. പക്ഷെ അവളത് മാറ്റി വെക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ടെസിക്കും നീ ആ കോള് മാറ്റി വെച്ചാ നിനക്കത് പ്രശ്നമാവും. എന്തായാലും അവൾക്ക് നിരന്തരമായി കോള് വന്നുകൊണ്ടിരിക്കുന്ന സമയം അവൾക്കും എന്തോ സംശയമാവുന്നുണ്ട്. അത് അവളുടെ സുപ്പീരിയർ ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവളും സുപ്പീരിയറിന്റെ അടുത്ത് വന്നിട്ട് എല്ലാ എവിഡൻസും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് ഈ കേസിൽ യാതൊരുവിധ താല്പര്യമില്ല. ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കൃത്യമായി അവളെ കേസ് അന്വേഷിക്കാനായിട്ട് അയാൾ സമ്മതിക്കുന്നില്ല. ഇവൾക്കും വലിയ ദേഷ്യം വരുന്നുണ്ട്. ഇയാൾ തന്നെയല്ലേ എന്നെ ടെസിക്കിന്റെ അടുത്തേക്ക് വിട്ടത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ ലീയുടെ ഭാവി അമ്മായിച്ചനും എസ് ഗ്രൂപ്പിന്റെ കേസ് വരുന്നുണ്ട്. ഇയാളുടെ മൂത്ത മകളാണ് അത് വാദിക്കുന്നത്. അവളും എല്ലാ കാര്യങ്ങളും ഇയാളുടെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടാക്സ് വെട്ടിച്ചതിന്റെ പേരിലാണ് അയാളിപ്പോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കേസ് ഏറ്റെടുത്താലോ, വലിയ കേസല്ലേ എന്നൊക്കെ അച്ഛനോട് പോയി പറയുന്നുണ്ട്. ഞാൻ ആ കേസ് മുഴുവനായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട്. 48 മണിക്കൂറിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇളയ മകളും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ അവളുടെ സഹോദരനും സഹോദരിയും തമ്മിൽ വളരെ വലിയൊരു മത്സരമാണ്. അവനും എനിക്കും വലിയൊരു കേസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവനോടും അച്ഛൻ പറയുന്നുണ്ട്. ഇളയ മകളോടാണെങ്കിൽ നീ ആ ജഡ്ജിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അയാളുടെ കാര്യം എന്തായി, നിനക്ക് അതെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ വഴക്ക് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ജഡ്ജിനെ കണ്ണെടുത്താ കണ്ടൂടാ. അവൾക്കും വിഷമാവുന്നുണ്ട്. നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവര് പറയുന്നുണ്ട്. പക്ഷെ എന്നെ കുറിച്ച് ആർക്കും ഒരു വിചാരമില്ല. അവന്റെ അടുത്ത് പോകാനാണെങ്കിൽ അവൾക്കൊട്ടും താല്പര്യമില്ല. ഇവിടെ ചേച്ചിക്കും ഒരു കേസ് വരുന്നുണ്ട്, ഒരു സിങ്ക് ഹോൾ കേസ്. പ്രതികളെ സെറ്റിൽ ചെയ്തില്ലേ എന്നൊക്കെ അവളും ചോദിക്കുന്നുണ്ട്. ഇവിടെ വാർത്തയിട്ട് ലീയുടെ അച്ഛനും ടെസിക്കിന്റെ വാർത്ത കേൾക്കുന്നുണ്ട്. ഇവനാണ് എന്നെ ജയിലിലേക്ക് അയച്ചത് എന്നൊക്കെ അച്ഛനും പറയുന്നത് ലീയും കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴായാലും മുമ്പായാലും ഇവരൊക്കെ വലിയ പണക്കാരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. മൊത്തവും കള്ളത്തരമാണ്. ലിയോ ആലോചിക്കുന്നുണ്ട് ആ കേസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണവും ഇവര് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ജീനയുടെ കാര്യം ഇവനും ആലോചിക്കുന്നത്. ഞങ്ങൾക്കൊരു ടീമായി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് അവനും പ്ലാൻ ഇടുന്നുണ്ട്. ഇവിടെ കൂട്ടുകാരനും ആ പാലസിൽ നിന്നും ഒരു ബുക്ക് മോഷ്ടിച്ചതിന്റെ ആൾക്കാരാരാണെന്ന് ഇവര് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മോഷ്ടിച്ചവന്മാരും ഡെലിവറി ബോയ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്യുകയാണ്. ആ വില്ലൻ ജഡ്ജിന്റെ സഹായിയായിട്ടുള്ള ആളും അതിലൊരുത്തനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവന്മാരാണ് പാലസിൽ കയറി പണവും ബുക്കും മറ്റും മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരു ബുക്ക് ഉണ്ടായിരുന്നോ എന്ന് ഇവനും ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് അവനും പറയുന്നുണ്ട്. ഇവന്മാര് അറിയാതെ അത് എടുത്തു പോയതാണ്. അതിൽ മറ്റൊരുത്തനെ ലീഡ് കൂട്ടുകാരനും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവരും അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇവർക്കും കാണിച്ചു കൊടുക്കുന്നു. അതിൽ നിറയെ പണവും വിലപിടിപ്പുള്ള സാധനങ്ങളുമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ബുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അതെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവന്മാര് മോഷ്ടിച്ച് ഒരു സ്ഥലത്തേക്ക് വരുമ്പോ ഒരു ബുക്ക് ഇരിക്കുന്നത് ഇവരും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിനാ ഈ ബുക്കൊക്കെ നീ കട്ടെടുക്കാനായിട്ട് പോയതെന്ന് പറഞ്ഞ് മറ്റോമാരും ഇവന് വഴക്ക് പറയുമ്പോ വഴിയരികില് ആ ബുക്കും ഇവൻ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ ബുക്ക് ലീക്ക് അറിയാവുന്ന ആ ഒരു മുത്തശ്ശി കാർഡ്ബോർഡ് എടുത്തു
എടുത്തുകൊണ്ട് പോകുന്നതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ മോഷ്ടിച്ചവനും വന്നിട്ട് ആ ബുക്ക് അവിടെ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ലീക്കും കൂട്ടുകാരനും കാണിച്ചു കൊടുക്കുന്നത്. ഇവര് താഴെ വന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ബുക്ക് എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു കറുത്ത കവറാണ്, സ്പൈറൽ ബൈൻഡിംഗ് ആണ് എന്നൊക്കെ മോഷ്ടിച്ചവനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരെത്ര വന്ന് ഇവിടെ അന്വേഷിച്ചിട്ടും ആ ബുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് വില്ലൻ ജഡ്ജിന്റെ സഹായിയും അവിടേക്ക് വന്ന് ബുക്കൊക്കെ തിരയുന്നത്. ഇവിടെ ലീയുടെ ഫ്രണ്ടിന്റെ സ്റ്റാഫും ആ ബുക്ക് തിരയാനായിട്ട് അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അവരും അത് നോക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ആ ഒരു വില്ലന്റെ സഹായിയും അവിടെ കാർഡ്ബോർഡ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്ന പലരുടെയും കാർട്ടിൽ നിന്നും അതൊക്കെ എടുത്ത് വലിച്ചു മാറ്റി ആ ബുക്കും അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ ലീഡ് കൂട്ടുകാരും അത് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എത്ര അന്വേഷിച്ചും അവർക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അമ്മ ഇവനെ വിളിക്കുന്നത്. ഈ തിരക്കാണോ, വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അമ്മയും ആ മുത്തശ്ശി കുറച്ച് കാർഡ്ബോർഡ് മറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ബുക്ക് ഉണ്ടായിരുന്നു. അതെന്തോ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളതെന്നാണ് തോന്നുന്നത് എന്ന് ലിയോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീനയും ഇവൾക്ക് വന്ന കേസ് അന്വേഷിക്കുന്നുണ്ട്. ആ ടെസിക്കിനെ ഇവര് പിടികൂടിയതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. സുപ്പീരിയറും ഇവളെ വന്ന് വഴക്ക് പറയുന്നുണ്ട്. ഈ കേസിൽ കൂടുതൽ അനാവശ്യ കാര്യങ്ങൾ ചെയ്യരുത്, 48 മണിക്കൂർ കഴിയുമ്പോൾ അവനെ റിലീസ് ചെയ്തേക്കണം. ഇവൾക്കും വല്ല ദേഷ്യം വരുന്നുണ്ട്. അവനെതിരെ ഒന്നും തന്നെ ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല. നമ്മൾ കേസ് എടുത്തതെന്നാണോ അന്ന് തന്നെ പോലീസുകാർ ഈ കേസ് അവസാനിപ്പിച്ചതാണ്. വില്ലന്റെ സഹായം ആ മുത്തശ്ശി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ലീയും അമ്മയുടെ അടുത്തേക്ക് വരുന്നത്. ആ ഒരു ബുക്ക് ഇവനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെ കാര്യങ്ങളൊക്കെ ഇവനും വായിച്ചു നോക്കുന്നുണ്ട്. അവൻ ആ ബുക്ക് അവന്റെ ബാഗിലും എടുത്തു വെക്കുന്നുണ്ട്. ശേഷം ഒരു പ്രസ് മീറ്റ് നടക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ബേക്കും ലീയും അവിടേക്ക് വരുന്നുണ്ട്. ഇവനും ആ ഒരു ബുക്കും കൊണ്ടുവന്ന് മീഡിയക്കാരോട് സംസാരിക്കുന്നുണ്ട്. മിലിറ്ററിയില് എന്തൊക്കെയോ അഴിമതി നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ് അതിനകത്തുണ്ടായിരുന്നത്. മിലിറ്ററിയുടെ തലപ്പത്തിരിക്കുന്ന പലരുടെയും അഴിമതി അതിനകത്ത് ഉണ്ടായിരുന്നു. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ കൃത്യമായി ശിക്ഷിക്കുന്നതാണ്. ഇക്കാര്യങ്ങളൊക്കെ ലീയും പറയുന്ന സമയം വില്ലൻ ജഡ്ജും ഇത് കാണുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ലിസ്റ്റ് അനൗൺസ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് പൊളിറ്റിക്കലി വളരെ പവർഫുൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ പേരും മറ്റും അതിനകത്ത് അവനും വായിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.